കോഴിക്കോട് വെസ്റ്റിൽ പോളിടെക്നിക്കിലെ 2010 ബാച്ചുകാരുടെ ഗെറ്റ് ടുഗെദർ നടക്കേണ്ട ദിവസമാണിന്ന്. പക്ഷേ ഓർമ്മകളും സന്തോഷവും പങ്കിടേണ്ട ഇന്ന് പകരം വന്നത് ചേതനയേറ്റ സുഹൃത്താണ്. ഇന്നലെ വൈകിട്ടാണ് മംഗലൂരുവിൽ വിഷവാതകം ശ്വസിച്ച് ബിജിൽ പ്രസാദ് മരിച്ചത്. പുതിയടത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാവിലെയാണ് ബിജിൽ പ്രസാദ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ച് മംഗലാപുരത്ത് വെച്ച് മരിക്കുന്നത്. ഇന്ന് രാവിലെയോടെ തന്നെ മൃതദേഹം കക്കോടിയിലെ വീട്ടിലെത്തിച്ചു. ഇന്നലെ ബന്ധുക്കൾ പോയാണ് അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം ബിജിൽ അവിടെ തന്നെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വീട് നിർമ്മാണത്തിലായിരുന്നു. സെപ്റ്റംബറോടെ വീടിൻ്റെ പാലുകാച്ചൽ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടിൻ്റെ പണികളെല്ലാം വളരെ കാലത്തെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ശേഷം വീട് സെപ്റ്റംബറിൽ പാല് കാച്ചാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അതിദാരുണമായൊരു ഈ മരണം സംഭവിക്കുന്നത്. ഇത് ബിജിലിൻ്റെ കൂട്ടുകാരാണ്. ഇവരൊക്കെ തന്നെ ഈ വെസ്റ്റ് ഹിൽ പോളി എഞ്ചിനീയറിംഗ് കോളേജിലാണ് അവിടെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഇന്ന് ഗെറ്റ് ടുഗെദർ നടത്താൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാനുള്ളൊരു തീരുമാനം കൂടിയായിരുന്നു. അതിനായി ബിജിൽ ഇന്ന് നാട്ടിലേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഒരു 10:30 ട്രെയിൻ ഇറങ്ങും, എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്നലെ രാവിലെ ഇവർ അറിയുന്നത്. ഇവർ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. 3 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം അതേപോലെ സൗഹൃദം അതേപോലെ കൊണ്ടുപോയ ആൾക്കാരാണ്. ഈ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ബിജിൽ എങ്ങനെയായിരുന്നു? നല്ല ആക്റ്റീവാണ്, അടിപൊളി, ഒരു എനർജറ്റിക് ആണ്. നാട്ടിൽ ഇവിടെ അത്ര ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ക്ലാസ്സുകൾ നല്ല ആക്റ്റീവാണ്. നല്ലൊരാളാണ്, നല്ലൊരു വ്യക്തിയാണ്, ഒരു വൈബ് മനുഷ്യനാണ്. എന്തായിരുന്നു ഗെറ്റ് ടുഗെദറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്? വളരെ എന്തായാലും വരുന്ന ഉറപ്പല്ലേ. അപ്പോൾ ഞങ്ങൾ 15 വർഷത്തിന് ശേഷം 2010 പാസ് ഔട്ട് വെച്ചാൽ. അപ്പോൾ മൊത്തം 45 വരെ ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ 30 പേര് വരാനുള്ള പരിപാടി ഇന്ന് നടക്കേണ്ട പരിപാടിയായിരുന്നു. അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വരുന്നാരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ലല്ലോ. ഇവരൊക്കെ തന്നെ ഒരുമിച്ച് കൂടാനുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് നാട്ടിലെത്തിയ ആളുകളാണ്. പലരും ഈ വിദേശത്തായിരുന്നു. പക്ഷെ ഇന്ന് ഈ 15 വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടാനുള്ളൊരു താല്പര്യത്തിൽ പലരും ഇന്ന് നാട്ടിലേക്ക് 30ഓളം പേരാണ് ഇന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നിങ്ങളൊരു 5 പേർ ഒരുമിച്ച് നിന്ന ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. 5 പേരാണ് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ബിജിലും പിന്നെ ശ്രീരാഗ് അനീഷും. ശ്രീരാഗ് ഇപ്പം ഗുജറാത്തിലുള്ള, അവന് പരിപാടിക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അനീഷ് വന്ന് അവനിപ്പം മാറാൻ പോയത്. രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു. അപ്രന്റീസ്ഷിപ്പ് പീരീഡ് സമയത്ത് താമസമൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം മംഗലാപുരം കിട്ടി, അങ്ങനെ പോയി. മംഗലാപുരത്ത് കിട്ടിയതിന് ശേഷം കല്യാണമൊക്കെ നടന്നത്. ഈ ബിജിൽ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാകാനായതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറ്? അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ. ഓണത്തിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറോട് കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി പാലുകാച്ചൽ. ഈ വൈഫും കുട്ടിയും ഒക്കെ അവിടെ തന്നെയായിരുന്നു? അവർ കുറച്ച് നാൾ അവിടെ തന്നെയാണ്. മകള് സ്കൂളിൽ പോകുന്നൊക്കെ അവിടെയാണ്. ഇന്നലെ രാവിലെയാണ് ഈ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ ഈ വിഷവാതക ചോർച്ചയെ തുടർന്ന് ഈ ബിജിലിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. കൂടെ ഒരു പ്രയാഗ്രാജ് സ്വദേശിയായ ദീപ് ചന്ദ്രയും കൂടി ഉണ്ടായിരുന്നു. ഇരുവരുമാണ് ഇന്നലെ ഈ ഒരു വിഷവാതക ചോർച്ചയിൽ ജീവൻ നൽകേണ്ടി വന്നത്. എന്തായാലും 2017 മുതൽ ഈ ബിജിൽ അവിടെ തന്നെയായിരുന്നു, കുടുംബസമേതം അവിടെ തന്നെയായിരുന്നു താമസം. ഈ താമസിക്കുന്നതിന് ഈ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ സ്വന്തമായൊരു താമസ സ്ഥലം കൂടി, അല്ലെങ്കിൽ ഒരു വീട്, ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം കൂടി കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം കൂടി സംഭവിച്ചിട്ടുള്ളത്.